ഇന്നൊരു 2.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 മുട്ട ഉപയോഗിച്ചിട്ടാണ് കേക്ക് സ്പഞ്ച് ചെയ്തിട്ടുള്ളത്. 2 8 ഇഞ്ചിൻ്റെ ടിന്നിലും 2 6 ഇഞ്ചിൻ്റെ ടിന്നിലും ആയിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. താഴത്തെ ടയറിന് വേണ്ടിയിട്ട് 2 കേക്ക് ടിന്നിൽ ചെയ്ത കേക്കും 2 ലെയർ വീതം കട്ട് ചെയ്ത് 4 ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഫോറസ്റ്റിന് ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലെയറിൽ കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. അതിനുശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടും, കുറച്ചധികം ചെറിയും കൂടെ ചോപ്പ് ചെയ്തിടും കേട്ടോ. മുകളിലത്തെ ടയറിലെ കേക്കിന് ഞാൻ 5 ലെയർ ആയിട്ടാണ് കേക്ക് സ്പഞ്ച് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 ലെയർ ആയിട്ട് മുകളിലത്തെ ടയറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. അവർ കേക്കിൻ്റെ റെഫറൻസ് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോൾഡ് ഡ്രസ്സും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അയച്ചു തന്ന കേക്കിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തി മോൾഡ് ഡ്രസ്സിലുണ്ടായിരുന്ന ആ ബ്ലൂ കളറൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് വേണം കേട്ടോ നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പീച്ച് കളറിലാണ് കേക്ക് ചെയ്യേണ്ടത്. എന്നാൽ ആ പീച്ച് കളറിനോട് ആ ഒരു ബ്ലൂ കളറോട് ചേരുമ്പോഴേക്കും ഡാർക്ക് ബ്ലൂ ആണ്. അപ്പോൾ അത് അത്ര നല്ലതായിരിക്കും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് മൊത്തത്തിൽ പീച്ച് കളറിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ബോൾസ് ഒക്കെ വെക്കണം കേട്ടോ, ഫോക്സ് ബോൾസ് ഒക്കെ വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്രിപ്പ് കൊടുക്കുന്നതൊക്കെ ബ്ലൂ കളറിൽ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ 2 കേക്ക് പീച്ച് കളറിൽ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പീച്ച് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡും അതുപോലെ യെല്ലോ കളറോട് ചേർത്താണ് ഈ ഒരു പീച്ച് ആക്കിയിട്ടുള്ളത്. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ഞാൻ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടിയിലത്തെ കേക്കിൽ കുറച്ച് സ്ക്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മുകളിലത്തെ കേക്ക് 1 കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് പോകാനായിട്ട് കുറച്ച് റിസ്ക് ആയിരുന്നു. എന്നാലും ഞാനത് എടുത്ത് അതിനകത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ കയ്യിലിരുന്ന് പാലറ്റ് നൈഫ് തട്ടിയാണ് കേട്ടോ കേക്കിൽ ഇതേ ഒരു ചെറിയ സ്ക്രാച്ച് മാർക്ക് വന്നിട്ടുണ്ട്. അതുപോട്ടെ കുഴപ്പമില്ല. അപ്പോൾ ഞാനവിടെ ബ്ലൂ കളർ വെച്ചിട്ട് ഡ്രിപ്പ് കൊടുക്കണം കേട്ടോ, ഗണാഷ് ചെയ്ത് ഡ്രിപ്പ് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് മിന്നി മൗസിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ലേസർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. 20 രൂപയാണ് കേട്ടോ ഈ ഒരു പ്രിൻ്റ് ഔട്ടിന്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ആണ് കേട്ടോ. കേക്കിന് ഓർഡർ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുള്ള ഡെക്കറേഷൻസ് ഐറ്റംസ് എല്ലാം കഴിക്കുന്നത് മതിയെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. 2-3 ബോൾസ് ഫോണ്ടനിലും ബാക്കിയെല്ലാം ചോക്ലേറ്റിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10ൻ്റെ ഒരു ക്യാൻഡിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.